എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ രചനയും ആകാശം സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ചിപ്പിയെ എങ്ങനെയും കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരുക്കത്തിലാണ് നമ്മുടെ ആകാശും രചനയും. കാരണം മഹേഷിനെ എങ്ങനെയും തറ പറ്റിക്കുക എന്നതാണല്ലോ ആകാശിൻ്റെ ഉദ്ദേശം. കാരണം മഹേഷിന് ഏറ്റവും പ്രിയപ്പെട്ടത് ചിപ്പിമോളാണെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ ചിപ്പിമോളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മഹേഷ് ഇല്ലാതായി തീരുമെന്നുള്ള കാര്യം നന്നായിട്ടും നമ്മുടെ ആകാശിനറിയാം. പക്ഷേ രചനയ്ക്കാണെങ്കിൽ എങ്ങനെയും ആകാശിനെ തോൽപ്പിച്ചേ മതിയാവൂ. ഇഷിതയും മഹേഷും വേർപിരിയണം, ഇതാണ് രചനയുടെ ഉദ്ദേശം. അങ്ങനെ എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ രചനയോട് പറയും, നീ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ കൊണ്ടുവരണം, നിൻ്റെ മകളാണ്, നീ പ്രസവിച്ച മകളാണെന്നൊക്കെ നമ്മുടെ ആകാശ് പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മഹേഷും ഇഷിതയും ചിപ്പിമോളും കൂടെ നിന്ന് ഇങ്ങനെ സ്കൂളിൽ പോയ കാര്യങ്ങൾ, ആദ്യക്ക് ഭക്ഷണം കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിപ്പിമോൾ മഹേഷിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം നമ്മുടെ മഹേഷ് പറയും, മോൾ എങ്ങനെയും ആദിചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇതൊക്കെ ആരാ മോൾക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഒക്കെ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അതെൻ്റെ അമ്മയാണെന്ന് പറയും. ആദിചേട്ടൻ എനിക്ക് ചോക്ലേറ്റ് തന്നു, അതെന്തുകൊണ്ടാണെന്നറിയോ? അമ്മ എനിക്ക് ഫുഡ് ആദിചേട്ടന് കൊടുക്കാൻ തന്നു വിട്ടില്ലേ, അതുകൊണ്ടൊക്കെ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ആദിചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. അപ്പം മോള് പറയും, അതിന് സമയമായില്ല, സമയമാകട്ടെ എന്നുള്ള കാര്യമൊക്കെ മോളിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചിപ്പി പറയും, ആദിച്ചേട്ടൻ അവിടെ മറ്റേ ഫ്രണ്ട്സ് ആരും ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇഷിത ചോദിക്കുക, അന്ന് അടി കൂടിയ അവൻ്റെ പേരെന്താ? അപ്പോൾ ചിപ്പിമോള് പേര് പറയുന്നു. അപ്പോൾ അവനെ ഫ്രണ്ട്സ് ആക്കണം, എന്നാലേ എല്ലാവരും കൂടത്തുള്ളൂ. പക്ഷെ അവൻ ഫ്രണ്ട് ആവുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചിപ്പി പറയുകയാണ്. അതിനമ്മ ഒരു വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇഷിത കുഞ്ഞിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയും ആകാശം കിടന്നുറങ്ങുന്ന സമയത്ത് രചന ഒരു സ്വപ്നം കാണുകയാണ്. രചനയെ ആകാശം ചിപ്പിയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ ചിപ്പിക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ അടുത്തിരുത്തി സംസാരിക്കുന്നു. ചിപ്പി എൻ്റെ കൂടെ വരണം, എൻ്റെ മകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ രചന ഇങ്ങനെ എന്താ വിഷമത്തോടു കൂടി പറയുന്നു. അപ്പോൾ ചിപ്പി മോൾ ഇങ്ങനെ ഇരുന്നെല്ലാം കേൾക്കുന്നു. മോൾ എൻ്റെ കൂടെ വന്നാൽ മതി, പോകുന്ന വഴിക്ക് നമുക്ക് മഹേഷിനെ വിളിച്ച് പറയാമെന്ന് പറയുന്നു. അങ്ങനെ മോളെയും കൂട്ടി പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് നമ്മുടെ മഹേഷും ഇഷിതയും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ട് വരുന്ന സമയത്ത് മോളെ എന്ന് ഇഷിത വിളിക്കുമ്പോഴത്തേനും രചനയുടെ കൈ തട്ടി മാറ്റിയിട്ട് അമ്മയെന്നും പറഞ്ഞിട്ട് ഇഷിതയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇഷിത കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കൊണ്ടുപോകുന്ന സീനാണ് നമ്മുടെ രചന കാണുന്നത്. കേട്ട് രചന ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കും, നീ എന്തിനാണ് ഞെട്ടി ഉണർന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടെന്ന് പറയും. അപ്പോൾ പറയും, നിനക്ക് സ്വപ്നം കാണാനുള്ള വിധിയേ ഉള്ളൂ, ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ലാസ്റ്റ് ആദ്യം നിൻ്റെ കൺമുന്നിലൂടെ അവർ പിടിച്ചുകൊണ്ട് പോകും, ആദ്യം കൊണ്ടുപോകാനുള്ള നീക്കം അവരെന്നേ തുടങ്ങിക്കഴിഞ്ഞു, നീ ഇനി ഉണർന്ന് പ്രവർത്തിക്കാനൊക്കെ പറയും. ഇങ്ങനെയാണ് എപ്പിസോഡ് നീങ്ങുന്നത്. പിന്നീട് നമ്മുടെ കൈലാസ സ്വാമികൾ ആശ്രമത്തിൽ കാര്യങ്ങളൊക്കെ കാണുന്നത് ഇനിയും മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് ആകാശ് നമ്മുടെ കൈലാസിനെ വിളിക്കുന്നു, എങ്ങനെയും ഈ വിനോദിൻ്റെയും സുചിത്രയുടെയും കല്യാണം മുടക്കണം, അവരൊന്നിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു. അപ്പോൾ കൈലാസ് പറയുന്നു, അതിനെതിരെ ഞാൻ ചെയ്തോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. പിന്നീട് നമ്മുടെ മഹേഷ് ഇഷിത എന്താ പറയുക, നമ്മുടെ വിനോദിൻ്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് മഹേഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം നമ്മുടെ സ്വപ്നവല്ലി പറയുന്നു, അത് ശരിയാകത്തില്ല, അവരുടെ ജാതകം നോക്കണം എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കൈലാസ് പറയുന്നു, അത് വേണം, അവരുടെ ജീവിതകാലം മൊത്തം ജീവിക്കേണ്ടത്, പൊരുത്തമില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ അങ്ങനെ സ്വപ്നവല്ലി പറയും, എന്നാൽ പിന്നെ അത് നമ്മുടെ കൈലാസിനെ കൊണ്ട് നോക്കിച്ചാൽ പോരെ, അവരുടെ ജാതകം എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ രാമനാണെങ്കിൽ പോയി ജാതകം എടുക്കാൻ പോകുന്നു. അപ്പം മാഷിനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്, ഇയാളുടെ കള്ളത്തരം. അപ്പോൾ കൈലാസ് പറയുന്നു, മാഷിൻ്റെ ഭാര്യയ്ക്ക് എന്തോ വിഷാദമൊക്കെ ഉണ്ട്, ഇങ്ങനെ പണ്ട് അനിയത്തി മരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം മാഷ് ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ കൈലാസിനെ എങ്ങനെ മനസ്സിലായി എന്നുള്ള രീതിയിൽ, കൈലാസിനെ ആക്ച്വലി സിദ്ധി കിട്ടിയോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മാഷ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സീനിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ സീനിൽ എന്ന് പറഞ്ഞാൽ
നമ്മുടെ മഹേഷും ഇഷിതയായിട്ട് കുറേ നല്ല മുഹൂർത്തങ്ങളും, അതുപോലെ മനസ്സിൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാവുന്നു. മാധവ് നമ്മുടെ ആശുവിനോട് പറയുന്നു എനിക്ക് ഇഷിതയെ ഒന്ന് കാണണമുണ്ടെന്ന്. ഇത് നമ്മുടെ ലയ കേൾക്കുന്നു. പിന്നീട് ആശുവിനെ അടിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പിന്നീട് വഴിയിൽ ഇഷിത വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാകുന്നു. അപ്പോൾ മഹേഷ് കാണുന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ഇഷിത ഇങ്ങനെ ചിന്തിക്കുന്നു, വീണ്ടും ഇനി അടിയാകാനുള്ള എല്ലാ സാധ്യതകളും, വലിയ വഴക്കുണ്ടാകും.